നിങ്ങളുടെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഇടുമ്പോൾ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്തത് അതൊരു ലൈറ്റിംഗ് ഡിസൈനിങ് അല്ല, വെറും ഫ്ലഡ് ലൈറ്റിംഗ് ആണ്. കൂടുതൽ വെളിച്ചം എന്നാൽ കൂടുതൽ ഭംഗി എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് പലരും ഒരേ സ്പേസിൽ അനാവശ്യമായി കുറെ ലൂമൻസ് വാരി വിതറുന്നത്. ഇത് ആംബിയൻസിന് ഫ്ലാറ്റ് ആകുകയും കണ്ണുകൾക്ക് സ്ട്രെസ് നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. വെളിച്ചത്തേക്കാൾ ഉപരി നിഴലുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പലരും മറന്നുപോകും. ഒരു പ്രൊഫഷണൽ ലൈറ്റിംഗ് ഡിസൈനർ ഒരു സ്പേസിനെ 3 ലെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്: ആംബിയന്റ്, ടാസ്ക് ആൻഡ് ആക്ഷൻ. ഇതിനാണ് നമ്മൾ ലെയർഡ് ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പിന്നിലെ സയൻസ് കോൺട്രാസ്റ്റ് റേഷ്യോ ആണ്. മുറിയിൽ ആകെ ഒരേ ലെവലിലുള്ള വെളിച്ചം നിറയ്ക്കുന്നതിന് പകരം ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം ഹൈ ഇന്റൻസിറ്റി ലൈറ്റിംഗ് നൽകുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ലോ ലെവൽ ആംബിയന്റ് ലൈറ്റിംഗ് നിലനിർത്തുകയും വേണം. ഉദാഹരണത്തിന് ഒരു പെയിന്റിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ആക്സന്റ് ലൈറ്റിംഗ് ആ സ്പേസിന് ഒരു ഡെപ്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ലെയർഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള വാട്ടേജ് കൺസംഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഇടങ്ങളിൽ ഹൈ എഫിഷ്യൻസി LED ഉപയോഗിക്കുന്നതിലൂടെ വലിയൊരു തുക വൈദ്യുതി ബില്ല് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വെറും ഒരു ലാഭം മാത്രമല്ല, മറിച്ച് ലക്ഷറിയും എക്കണോമിയും തമ്മിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ സ്മാർട്ട് ബയർ ആവാനായിട്ട് വാട്ടേജ് മാത്രം നോക്കിയാൽ പോരാ, പാക്കേജിന്റെ പിന്നിലുള്ള സിസ്റ്റം വാട്ടേജ് അല്ലെങ്കിൽ സിസ്റ്റം ലൂമൻസ് അല്ലെങ്കിൽ ലൂമൻസ് പെർ വാട്ട് റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നൽകുന്ന പണത്തിന് ഹൈ എഫിഷ്യൻസിയും മാക്സിമം ലൈറ്റ് ഔട്ട്പുട്ട് നൽകുന്ന സൺലൈറ്റിന്റെ പ്രൊഡക്ട്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും.